ബ്രദറെ, ഇന്ന് രാവിലെ നമ്മുടെ പള്ളിയിൽ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ദണ്ഡവിമോചനത്തെ കുറിച്ചൊക്കെ അറിയാനായിട്ട്. എനിക്ക് കറക്റ്റായിട്ട് എന്താ സംഭവം എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയി. ശരിക്കും ഇതെന്താ സംഭവം? ഫ്രാൻസിസ് പിതാവിൻ്റെ മരണത്തിൻ്റെ 800-ാം വർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷം സ്പെഷ്യൽ ഇയർ ഓഫ് സെയിൻറ്റ് ഫ്രാൻസിസ് ആയിട്ടാണ് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2026 ജനുവരി 10 തൊട്ട് 2027 ജനുവരി 10 വരെ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള വഴിയാണ് ഇതുവരെ സഭ ഒരുക്കുന്നത്. അപ്പോൾ ഈ ദണ്ഡവിമോചനം ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ ഏതെങ്കിലും കൺവെൻച്വൽ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക എന്നിവ വഴിയാണ് നമുക്ക് ഈ ദണ്ഡവിമോചനം നേടാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കൺവെൻച്വൽ ദേവാലയങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റാത്ത കുറേ പേരുണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ കൺവെൻച്വൽ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിൽ എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിലും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും മതിയാകും. അപ്പോൾ തീരെ വയ്യാതെയും കിടപ്പുരോഗികളായിട്ട് വീട്ടിലേക്കുള്ളവർക്ക് ഈ ദണ്ഡവിമോചനം ലഭിക്കില്ലേ? ഈ ജൂബിലി ആചരണത്തിൽ ആത്മീയമായിട്ട് പങ്കുചേരുന്നത് വഴിയും അതോടൊപ്പം തന്നെ തങ്ങളുടെ വേദനകളും സഹനങ്ങളും എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നത് വഴിയും അവർക്കും ഈ ദണ്ഡവിമോചനം പ്രാപിക്കാനായിട്ട് സാധിക്കും. ഈ ദണ്ഡവിമോചനം ലഭിക്കാൻ വേണ്ടി പാപ്പ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? ദണ്ഡവിമോചനത്തിന്റെ ഭാഗമായിട്ടൊന്നുമില്ല, പക്ഷേ വിശുദ്ധ ഫ്രാൻസിസിനോടുള്ള ഒരു പ്രാർത്ഥന പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: 800 വർഷങ്ങൾക്ക് മുമ്പ് സമാധാന ദൂതനായി സോദരി മരണത്തെ പുലുകിയ വിശുദ്ധ ഫ്രാൻസിസെ, കർത്താവിന് മുമ്പാകെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സാന്താമിയാനോയിലെ ക്രൂശിത രൂപത്തിൽ അങ്ങ് യഥാർത്ഥ സമാധാനം തിരിച്ചറിഞ്ഞു എല്ലാ മതിലുകളും തകർക്കുന്ന അനുരഞ്ജനത്തിൻ്റെ ഉറവിടം അവനിൽ അന്വേഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിരായുധരായി യുദ്ധത്തിൻ്റെയും തെറ്റിദ്ധാരണകളുടെയും അതിരുകൾ മറികടന്ന അങ്ങ് ലോകം അതിരുകൾ ഉയർത്തുന്നിടത്ത് പാലങ്ങൾ പണിയാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകുന്നു. സംഘർഷവും വിഭജനവും കൊണ്ട് വലയുന്ന ഈ ലോകത്തിൽ ഞങ്ങൾ ക്രിസ്തുവിൽ നിന്നുള്ള സമാധാനത്തിൻ്റെ നിരായുധരായ സാക്ഷികളായി മാറുവാനും സമാധാനത്തിൻ്റെ വക്താക്കളാകുവാനും വേണ്ടി ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.